കഴിഞ്ഞ ദിവസം രാത്രിയാണ് കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് സമീപമുള്ള ഹോട്ടലിൽ നിന്ന് രജിത ബിരിയാണി കഴിച്ചത്. വീട്ടിലെത്തിയപ്പോൾ അവശനിലയിലായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയോടെ മരിക്കുകയായിരുന്നു. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. അപ്പോൾ അവർ അതിലൊരു സംശയം പറഞ്ഞത് ഇവിടെ നിന്ന് കഴിച്ച ആഹാരത്തിലുണ്ടായ ഏതെങ്കിലും ഫുഡ് പോയ്സൺ ആകാം കാരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസ് എത്തി ഹോട്ടൽ അടപ്പിച്ചു. കഴക്കൂട്ടം പോലീസും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഹോട്ടലിലും അടുത്തുള്ള പാചകശാലയിലും പരിശോധന നടത്തി. ഭക്ഷണ സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. അതേസമയം ഭക്ഷ്യവിഷബാധയാണെന്ന ആരോപണം ഹോട്ടലുടമ നിഷേധിച്ചു. ഈ അപകടം സംഭവിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ കൂടെ തന്നെ അതിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കാർക്കും ഒരു തലചുറ്റൽ പോലും വന്നതായിട്ട് ഒരു അറിവുമില്ല. അപ്പോൾ ഇതെന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാണ്. രജിതയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.